Hi everyone, welcome to Krish Talks. ഫോർത്ത് സെമിസ്റ്റർ BA ബേസിക്കാരുടെ സ്പെക്ട്രം എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ചുള്ള രണ്ട് കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പെക്ട്രത്തിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ഓൾറെഡി കുറച്ച് വീഡിയോസ് സ്പെക്ട്രത്തിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം വീഡിയോൻ്റെ കാര്യം ഞാൻ പറയാം. ഞാനിപ്പം യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുമ്പം എനിക്കതിൽ വരുന്ന ഓൾമോസ്റ്റ് കമൻറ്റ്സ് സ്പെക്ട്രത്തിനെ കുറിച്ചാണ്. സ്പെക്ട്രം വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടിട്ടില്ല, തേർഡ് സെമ്മിലൊക്കെ വീഡിയോസ് ഇട്ടിരുന്നത് പോലെ എക്സ്പ്ലെയിൻ ചെയ്യണം, നോട്ട് സ്ക്രീനിൽ കാണിക്കണം, വേഗം പറഞ്ഞു പോകുന്ന പോലെ തോന്നുന്നുണ്ട്, സോ സ്ലോലി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്നൊക്കെയാണ് കമൻസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർത്ത് സെമ്മിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ അതിൽ വീഡിയോസ് സ്പെക്ട്രത്തിൻ്റെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി BCom ആയിരുന്നു. അപ്പോൾ എൻ്റെ സബ്ജക്റ്റ് പഠിക്കാൻ വേണം, BComകാരുടെ ഇടയും വേണം, പിന്നെ BA BSc എനിക്ക് യാതൊരു ടച്ചും ഇല്ലാത്ത ഏരിയ ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ സ്പെക്ട്രം ബുക്സ് വാങ്ങിച്ച് പഠിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാനുള്ള ടൈം അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗത്തിൽ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ജസ്റ്റ് ഷോർട്ടായിട്ടുള്ള സമ്മറിയാണ് അന്ന് അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് സ്റ്റുഡൻസ് പറഞ്ഞത് അതെങ്കിലും മതി, കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ അന്നിങ്ങനെ വേഗത്തിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നത്. ഓക്കെ, പക്ഷേ ഇന്ന് നിങ്ങളെടുത്ത് നോക്കുമ്പോൾ ശരിയാണ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോട്ട് സഹിതം കിട്ടിയിട്ട് ഫോർത്ത് സെം ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. എനിക്കും പേഴ്സണലി ഞാൻ അതെടുത്ത് നോക്കുമ്പം മനസ്സിലാവാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സാമിന് മുന്നേ ഞാൻ ബാക്കി കുറച്ച് ചാപ്റ്റേഴ്സും കൂടി എടുത്ത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് സ്പെക്ട്രത്തിൻ്റെ. അപ്പോൾ എക്സാമിന് മുന്നേ ഞാൻ ആദ്യം അത് കംപ്ലീറ്റ് ചെയ്യാം. ഇനിയും നമുക്ക് സമയമുണ്ടെങ്കിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാം, ഒന്നും കൂടിയും അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി ഞാൻ സ്പെക്ട്രത്തിൻ്റെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് വിത്ത് നോട്ട്സ് ആയിരിക്കും. നോട്ട് സഹിതം സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് അത് ആദ്യം നിങ്ങൾ പഠിച്ചു പോവുക. പിന്നെ ബാലൻസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് സമയം അനുസരിച്ച് നോട്ട് സഹിതം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതാണ് വീഡിയോൻ്റെ കേസ് പറയാനുള്ളത്. അപ്പോൾ നോട്ട് നിങ്ങൾ സ്ക്രീനിൽ നോക്കി എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പെക്ട്രത്തിൻ്റെ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സ്പെക്ട്രം പഠിക്കണം, എക്സാമിന് മുന്നേ വളരെയധികം നല്ല രീതിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ക്രാഷ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രാഷ് കോഴ്സിൻ്റെ സമയവും എന്ന് മുതലാണ് സ്റ്റാർട്ട് ആവുന്നത്. ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എത്രയാണ് ഫീസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എക്സ്ട്രാ ടൈം സ്പെക്ട്രത്തിന് വേണ്ടി ചിലവാക്കേണ്ടി വരില്ല. ആ ഒരു ഓരോ ഡേയ്സിലും ഇരുന്ന് പഠിക്കുന്നത് അത്രയും അഡ്യൂളായിട്ട് ഞാൻ പഠിപ്പിച്ച് തരും. പിന്നെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും റിവിഷനും എല്ലാം തന്നെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ മൊത്തമായിട്ട് ആ ഒരു ചെറിയൊരു ഫീസ് തന്നാൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫീസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എക്സാമിന് മുന്നേ നമ്മൾ എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓരോ ദിവസവും രാത്രി ഒരു 8:30 to 9:30 അങ്ങനെ ഒരു 1 hour മാത്രമേ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അതിലാണ് നമ്മൾ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ഇട്ടിട്ട് ഗൂഗിൾ മീറ്റ് ത്രൂ ആണ് നമ്മൾ ട്യൂഷൻ എടുത്ത് കൊടുക്കാറ് കുട്ടികൾക്ക് 1 hour. അപ്പോൾ അതിൽ തന്നെ നോട്ടും ഞാൻ ട്യൂഷന് വന്നു കഴിഞ്ഞാൽ നോട്ടും ഞാൻ അതാത് ദിവസത്തെ നിങ്ങൾക്ക് PDF ആയിട്ട് ഷെയർ ചെയ്യും, ട്യൂഷന് വരുന്നവർക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യും. ദെൻ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. സ്പെക്ട്രമാണ് നമുക്ക് സബ്ജക്റ്റ്. ഒരു 1 hour ഡെയിലി വെച്ചിട്ടുള്ള ട്യൂഷനായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ബാച്ച് ട്യൂഷൻ എടുത്ത് കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ട്യൂഷൻ ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിന് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സ്പെക്ട്രത്തിൻ്റെ കുറച്ച് ഡൗട്ടായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോൻ്റെ കാര്യമൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഇനി അപ്ലോഡ് ചെയ്യും എന്നുള്ളത് കാര്യമൊക്കെ ഒന്ന് ഇൻഫോം ചെയ്തേക്കാം. ഓക്കെ, അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. ട്യൂഷൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ നമ്പറിലേക്ക് ഒന്ന് ഹായ് എന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.